ലോകപ്രശസ്ത മനഃശാസ്ത്രകാരനായ ഡോക്ടർ ജോസഫ് മർഫി അദ്ദേഹത്തിന്റെ ലോകപ്രശസ്തമായ പുസ്തകമായ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ആ പുസ്തകത്തിലൂടെ നമ്മളോട് പറയുന്നത് ദാരിദ്ര്യം ഒരു മാനസിക രോഗമാണ് എന്നുള്ളതാണ്. അതെ, പോവർട്ടി ഈസ് എ മെന്റൽ ഇൽനെസ്. നമ്മളെ ദാരിദ്ര്യം വിടാതെ പിടികൂടുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ പണത്തിനുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളിലേക്ക് നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ യാതൊരു സംശയവും വേണ്ട, നമ്മുടെ ചിന്തകളിൽ സമൂലമായ ഒരു വലിയ മാറ്റം വരുത്തുക തന്നെ ചെയ്യണം. ഇതിനായിട്ട് നമ്മൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നമ്മുടെ ശരീരത്തിന് ഒരു ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ നമ്മൾ യാതൊരു സംശയവുമില്ല ഒരു ഡോക്ടറെ പോയി കണ്ട് അതിനു വേണ്ടുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിൽ ദാരിദ്ര്യം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നമ്മളെ നിരന്തരമായി വിടാതെ പിന്തുടരുന്നു എങ്കിൽ നമ്മുടെ ചിന്തകളിൽ സമൂലമായ ഒരു മാറ്റം വരുത്തേണ്ടുന്നത് അത്യാവശ്യം തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് പോവർട്ടി ഈസ് എ മെന്റൽ ഇൽനെസ് എന്ന്. അതിനായിട്ട് അദ്ദേഹം മാർഗവും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിരന്തരമായി പണത്തെപ്പറ്റി പോസിറ്റീവായിട്ടുള്ള ചിന്തകളെ കുറിച്ചുള്ള ചെറിയൊരു വാചകങ്ങൾ ഉണ്ടാക്കുക. ഇപ്പോൾ ഐ എം എ മണി മാഗ്നറ്റ്, ഞാനൊരു പണത്തിന്റെ കാന്തമാണ്, അല്ലെങ്കിൽ സമ്പത്ത് സമ്പത്ത് സമ്പത്ത്, പണം എന്നിലേക്ക് പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത്തരത്തിലുള്ള ചെറിയ വാചകങ്ങൾ ഉണ്ടാക്കിയിട്ട് നിരന്തരമായിട്ട് ഈ വാചകങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഇത്തരത്തിലുള്ള ഈ വാചകങ്ങൾ പറയുന്നതിന്റെ കൂടെ തന്നെ ഈ പണത്തെപ്പറ്റി, അത്തരത്തിൽ പണം നമുക്ക് കയ്യിൽ വരികയും ആ പണം കൊണ്ട് നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു വലിയ സന്തോഷം തോന്നത്തില്ലേ? ആ സന്തോഷമൊക്കെ പൂർണ്ണമായിട്ടും നമ്മൾ ഭാവനയിൽ കണ്ടുകൊണ്ട് അത് പൂർണ്ണമായിട്ടും അനുഭവിക്കുക. അത്തരത്തിൽ പണം കയ്യിൽ വന്നിട്ട് ആ പണം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു വലിയ സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. ആ സന്തോഷവും സംതൃപ്തിയും അനുഭവിച്ചുകൊണ്ട് അതിനെ പൂർണ്ണമാക്കുക, ഭാവന കൊണ്ട് ആ വികാരത്തെ സമ്പൂർണ്ണമാക്കുക. യാതൊരു സംശയവുമില്ല, തുടർച്ചയായിട്ട് ഈ പരിശ്രമം ചെയ്തുകൊണ്ടിരുന്നാൽ പണം നമ്മളിലേക്ക് പ്രവഹിക്കുക തന്നെ ചെയ്യും.